സ്വാഗതം ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എല്ലാ PSC പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും വരുന്ന ഒരു പാഠഭാഗത്തു നിന്നുള്ളതാണ്. 1857 വിപ്ലവം ഏറ്റവും പ്രധാനമാണ്, അതായത് ശിപ്പായി ലഹള. അപ്പോൾ ഏകദേശം 45ഓളം ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കുക. തീർച്ചയായിട്ടും എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തീയതിയാണ്. ഓപ്ഷൻ എ 1857 മെയ് 10-നാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 1857 മെയ് 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഓപ്ഷൻ സി മീററ്റിലാണ് 1857 വിപ്ലവം ആരംഭിച്ചത്. മീററ്റിലാണ്. മീററ്റ് ഉത്തർപ്രദേശിലാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി പാമേഴ്സ്റ്റൺ പ്രഭുവായിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? പാമേഴ്സ്റ്റൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഏത് സംസ്ഥാനത്തായിരുന്നു? ഓപ്ഷൻ ബി ഉത്തർപ്രദേശിലായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത് ഇന്നത്തെ ഉത്തർപ്രദേശിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഉത്തർപ്രദേശിൽ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ ബി കാനിങ് പ്രഭു ആയിരുന്നു. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. ആറാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഓപ്ഷൻ എ മംഗൾ പാണ്ഡെ ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി. മംഗൾ പാണ്ഡെ. അപ്പോൾ ഈ ഓപ്ഷനകത്ത് തന്നിരിക്കുന്ന ഖുദിറാം ബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. അതുപോലെ പ്രീതി ലത വഡേദ്കർ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷിയാണ് പ്രീതി ലത വഡേദ്കർ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ഓപ്ഷൻ എ കോളിൻ ക്യാമ്പൽ ആയിരുന്നു. 1857 വിപ്ലവ സമയത്ത് ശിപ്പായി ലഹളയുടെ സമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവനായിരുന്നു കോളിൻ ക്യാമ്പൽ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മംഗൾ പാണ്ഡെ. അപ്പോൾ മംഗൾ പാണ്ഡെയാണ് 1857 വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി. മംഗൾ പാണ്ഡെ അംഗമായിരുന്ന പട്ടാള യൂണിറ്റ് ഏതാണ്? പ്രധാനമാണ്. മംഗൾ പാണ്ഡെ പ്രധാനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഉൾപ്പെടുന്ന പട്ടാള യൂണിറ്റും പ്രധാനമാണ്. ഓപ്ഷൻ സി 34-ാം ബംഗാൾ ഇൻഫൻട്രിയിലായിരുന്നു മംഗൾ പാണ്ഡെ അംഗമായിരുന്നത്. 34-ാം ബംഗാൾ ഇൻഫൻട്രിയിൽ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ഡി ബാരക്പൂർ ആണ്. 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെയ്പ്പ് നടന്ന സ്ഥലമാണ് ബാരക്പൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാരക്പൂർ ഏത് സംസ്ഥാനത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലല്ല ബാരക്പൂർ സ്ഥിതി ചെയ്യുന്നത്, പശ്ചിമ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് ഈ ബാരക്പൂർ സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു? ഓപ്ഷൻ എ നാനാ സാഹിബ് ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നത് നാനാ സാഹിബ് ആയിരുന്നു. 11ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം എന്തായിരുന്നു? ഓപ്ഷൻ സി താമരയും ചപ്പാത്തിയുമായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായിരുന്നു താമരയും ചപ്പാത്തിയും, അല്ലെങ്കിൽ താമരയും റൊട്ടിയുമായിരുന്നു 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നം. കാരണം നോർത്ത് ഇന്ത്യയിലൊക്കെ ചപ്പാത്തിക്ക് റൊട്ടി എന്നും പറയാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ ഝാൻസി റാണിയാണ്. 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണിയാണ് 1857 വിപ്ലവത്തിൻ്റെ ജവാൻ ഓഫ് ആർക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവ് ആരായിരുന്നു?
ഓപ്ഷൻ സി ബഹദൂർ ഷാ സഫറാണ്, അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ബഹദൂർ ഷാ രണ്ടാമനാണ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാട് കടത്തപ്പെട്ട രാജാവാണ് ബഹദൂർ ഷാ സഫർ. അപ്പോൾ നമുക്കറിയാം അവസാനത്തെ മുഗൾ ചക്രവർത്തിയല്ല, അവസാനത്തെ മുഗൾ രാജാവായിരുന്നു ബഹദൂർ ഷാ സഫർ, അവസാനത്തെ മുഗൾ രാജാവ്. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങോട്ടേക്കാണ് നാട് കടത്തിയത്? റങ്കൂണിലേക്കാണ്, മ്യാൻമറിലേക്ക് അല്ലെങ്കിൽ ബർമയിലെ റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ സഫറിനെ നാട് കടത്തിയത്. അപ്പോൾ ഈ ബഹദൂർ ഷാ സഫർ അല്ലെങ്കിൽ ബഹദൂർ ഷാ രണ്ടാമനെ ആയിരുന്നു 1857 വിപ്ലവകാലത്ത് കലാപകാരികൾ രാജാവായിട്ട് പരിഗണിച്ചിരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആര്? അപ്പോൾ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, നെഹ്റു ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ സി സർ ഹ്യൂജ് റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഹ്യൂജ് റോസ് ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ മണികർണിക എന്നതായിരുന്നു ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ യഥാർത്ഥ നാമമായിരുന്നു മണികർണിക. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലായ്പ്പോഴും PC എപ്പോഴും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്നാണ്? ഓപ്ഷൻ ബി 1858 ജൂൺ 18 ഝാൻസി റാണി വീരമൃത്യു വരിച്ചത്. 1858 ജൂൺ 18. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റാണി ലക്ഷ്മിഭായിയുടെ ഝാൻസി റാണിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ഓപ്ഷൻ ഡി ഗ്വാളിയറിലാണ്. റാണി ലക്ഷ്മിഭായിയുടെ ഝാൻസി റാണിയുടെ സമാധി സ്ഥലം എവിടെയാണ്? ഗ്വാളിയർ, മധ്യപ്രദേശിലാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി കൺവർ സിംഗ് ആയിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ബീഹാറിലെ നേതാവായിരുന്നു കൺവർ സിംഗ്. അപ്പോൾ നമുക്കറിയാം ഈ ബീഹാർ സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്ന് അറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. അതുപോലെ ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ചത് ആരാണ്? കൺവർ സിംഗ് ആണ്. ബീഹാറിലും ജഗദീഷ്പൂരിലും വിപ്ലവം നയിച്ചത് കൺവർ സിംഗ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഝാൻസിയിലും ഗ്വാളിയറിലും വിപ്ലവം നയിച്ചത് ആരാണ്? ഓപ്ഷൻ സി റാണി ലക്ഷ്മിഭായി ആണ്. ഝാൻസി റാണിയാണ്. ഝാൻസിയിലും ഗ്വാളിയറിലും വിപ്ലവം നയിച്ചത് റാണി ലക്ഷ്മിഭായി. ഓർത്തിരിക്കുക എളുപ്പമുണ്ട്. ഝാൻസി എന്ന് പറയുന്നത് അവരുടെ പേരിൽ തന്നെയുണ്ട്. ഗ്വാളിയർ എന്ന് പറയുന്നത് അവർ മരണപ്പെട്ട സ്ഥലമാണ് ഗ്വാളിയർ. അപ്പോൾ ഝാൻസിയിലും ഗ്വാളിയറിലും വിപ്ലവം നയിച്ചത് ആരാണ്? റാണി ലക്ഷ്മിഭായി, ഝാൻസി റാണിയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി താന്തിയ തോപ്പിയാണ്. കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ആരാണ്? താന്തിയ തോപ്പിയാണ്. യഥാർത്ഥത്തിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയാണ് കാൺപൂരിൽ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ താന്തിയ തോപ്പി മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ അതിന് പകരം നാനാ സാഹിബിക്ക് വെക്കാം. അപ്പോൾ നാനാ സാഹിബും താന്തിയ തോപ്പിയും കൂടിയാണ് കാൺപൂരിൽ വിപ്ലവം നയിച്ചത്. 22ാമത്തെ ക്വസ്റ്റ്യൻ. താന്തിയ തോപ്പി ആരുടെ സൈനിക ഉപദേഷ്ടാവായിരുന്നു? ഓപ്ഷൻ എ നാനാ സാഹിബിൻ്റെ സൈനിക ഉപദേഷ്ടാവായിരുന്നു താന്തിയ തോപ്പി. 23ാമത്തെ ക്വസ്റ്റ്യൻ. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ എ ദോണ്ടു പന്ത് എന്നതാണ്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി കൺവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെടുന്ന കൺവർ സിംഗ് ആണ് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ സി രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നതാണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. അതുപോലെ നമുക്കറിയാം രാമതാണു പാണ്ഡെ ആരുടെ യഥാർത്ഥ നാമമാണ്?
അക്ബറുടെ സദസ്സിലെ സംഗീതജ്ഞനായിരുന്ന താൻസൻ്റെ യഥാർത്ഥ നാമമാണ് രാമതാണു പാണ്ഡെ എന്നത് താൻസൻ്റെ യഥാർത്ഥ നാമമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ ബി താന്തിയ തോപ്പി ആയിരുന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗൊറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവായിരുന്നു താന്തിയ തോപ്പി. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആഗ്രയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ബീഗം ഹസ്രത്ത് മഹലാണ്. ആഗ്രയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ലക്നൗ, ആഗ്ര, ഔധ് എന്നീ 3 ഇടങ്ങളിലും വിപ്ലവം നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൗ, ആഗ്ര, ഔധ് എന്നീ 3 ഇടങ്ങളിലും വിപ്ലവം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹലാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. അലഹബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ ഡി മൗലവി ലിയാഖത്ത് അലിയാണ്. അലഹബാദിൽ വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് മൗലവി ലിയാഖത്ത് അലിയാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തെക്കുറിച്ച് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഓപ്ഷൻ ബി മഹാശ്വേതാദേവിയാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് മഹാശ്വേതാദേവിയാണ്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി ആരാണ്? ഓപ്ഷൻ സി നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രമായിരുന്ന നാനാ സാഹിബാണ് വിപ്ലവം പരാജയപ്പെട്ടതോടുകൂടി നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരി. നാനാ സാഹിബ് വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലം എന്തായിരുന്നു? പല ഫലങ്ങളുണ്ടായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലമായിരുന്നു ഓപ്ഷൻ സി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ 1857 വിപ്ലവത്തിൻ്റെ പ്രധാന ഫലമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി 1858 ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? ഓപ്ഷൻ ബി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി 1858 ഇന്ത്യയുടെ ഭരണാധികാരിയായി തീർന്ന ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്നു വിക്ടോറിയ രാജ്ഞി. അപ്പോൾ ഈ 1857 വിപ്ലവത്തോടു കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫലം. അപ്പോൾ അതിനുശേഷം ഇന്ത്യയുടെ ഭരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിലായി. അങ്ങനെ വിക്ടോറിയ രാജ്ഞിയാണ് ഇന്ത്യയുടെ ഭരണാധികാരം ഏറ്റെടുത്തത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതായിരുന്നു? അപ്പോൾ മറ്റൊരു ഫലമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫലം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതായിരുന്നു? ഓപ്ഷൻ എ ദത്താവകാശ നിരോധന നിയമമായിരുന്നു. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമായിരുന്നു ദത്താവകാശ നിരോധന നിയമം. അപ്പോൾ ഈ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത്. കാനിങ് പ്രഭുവിന് തൊട്ട് മുൻപ് ഇരുന്നയാളാണ് ഡൽഹൌസി പ്രഭു. ഈ ദത്താവകാശ നിരോധന നിയമം വിപ്ലവത്തിന് ശേഷം പിൻവലിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവും കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭുവുമാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 34. ശിപായി ലഹളയ്ക്ക് ശേഷം ഇന്ത്യൻ സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ ഏതാണ്? ഓപ്ഷൻ സി പീൽ കമ്മീഷനാണ്. ശിപായി ലഹളയ്ക്ക് ശേഷം 1ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യൻ സൈനിക നവീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനായിരുന്നു പീൽ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ഖാൻ ബഹാദൂറാണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാണ്? ഖാൻ ബഹാദൂറാണ് ബറേലിയിൽ വിപ്ലവം നയിച്ചത്. 36ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യൻ ആരാണ്? ഓപ്ഷൻ എ വി ഡി സവർക്കറാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരനായിരുന്നു വി ഡി സവർക്കർ. ഇമ്പോർട്ടൻ്റ് ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. 1ാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ ഡി
വില്യം ഡാൽറിംപിൾ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് വില്യം ഡാൽറിംപിൾ. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ആരാണ്? ഓപ്ഷൻ ബി കാറൽ മാർക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച വിദേശിയാണ് കാറൽ മാർക്സ്. അതേസമയം 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്ന് വിശേഷിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? VD സവർക്കറുമാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി താരാചന്ദ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകം എഴുതിയത്. ഓപ്ഷൻ ബി താരാചന്ദ് ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർ തിരിച്ചുപിടിച്ച ആദ്യ വിപ്ലവ കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻ എ ഡൽഹി ആയിരുന്നു 1857 വിപ്ലവത്തിൽ ബ്രിട്ടീഷുകാർ തിരിച്ചുപിടിച്ച ആദ്യ വിപ്ലവ കേന്ദ്രമായിരുന്നു ഡൽഹി. 41ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി അസീമുള്ള ഖാനെയാണ് 1857 വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അസീമുള്ള ഖാനെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്ട് ഏതാണ്? ഓപ്ഷൻ ബി 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മൂലമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഭരണം നഷ്ടപ്പെടാൻ കാരണമായ ആക്റ്റാണ് 1857 ശിപായി ലഹള. അതിന് തൊട്ടടുത്ത വർഷം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ ഭരണം നഷ്ടപ്പെടുന്നതും വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണം ഏൽക്കുന്നതും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 43ാമത്തെ ക്വസ്റ്റ്യൻ. 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ബി SB ചൗധരിയാണ് 1857 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. SB ചൗധരിയാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ശിപായി ലഹളയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ ശിപായി ലഹള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാം ശിപായി ലഹളയാണ് ഇവിടെ ആൻസർ വരിക. പക്ഷേ ജനറലായിട്ട് വരുമ്പോൾ ശിപായി ലഹളയാണ് അല്ലെങ്കിൽ 1857 വിപ്ലവമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ആക്ട് ഫോർ ദ ബെറ്റർ ഗവർണൻസ് ഓഫ് ഇന്ത്യ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 45ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലാസ്റ്റ് മുഗൾ ദി ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി വില്യം ഡാൽറിംപിളിൻ്റെ പുസ്തകമാണ് ദ ലാസ്റ്റ് മുഗൾ ദ ഫാൾ ഓഫ് എ ഡൈനാസ്റ്റി എന്ന പുസ്തകം എഴുതിയത് വില്യം ഡാൽറിംപിൾ. ഓക്കെ ഫ്രണ്ട്സ്.